കോടികൾ മുടക്കി വീടുണ്ടാക്കിയൊരു കാര്യമല്ല. സാധാരണ ലൈറ്റിംഗ് ആണ്. എല്ലാ സ്ഥലത്തും വെളിച്ചല്ല വേണ്ടത്, കുറച്ച് നീലൊക്കെ വേണം. അതിന് കുറച്ച് തന്ത്രങ്ങൾ പ്രയോഗിക്കണം. കോവ് ലൈറ്റുകൾ ഉപയോഗിക്കാം. അത് എല്ലായിടത്തും കോവ് ലൈറ്റുകളല്ല ഉപയോഗിക്കേണ്ടത്. ചില സമയത്ത് എന്താ പറയുക, നമ്മളെ കോവ് ലൈറ്റുകൾ ഉപയോഗിക്കാം. അതിന് ഈ പറഞ്ഞമാർക്ക് അതിൻ്റെ വിടുത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഉപയോഗിക്കാം. അതൊക്കെ ഓരോ സ്ഥലത്ത് അതിൻ്റെതായ ഇതുകൾ ഉപയോഗിക്കണം. അതേപോലത്തെ ഓരോ ഏരിയകളും പ്രൊജക്റ്റ് ചെയ്യുന്ന പോലത്തിലെ വെളിച്ചമായിരിക്കണം. അല്ലാതെ ഒന്നായിട്ട് ആ വീടിന് മൊത്തത്തിൽ വെളിച്ചം ഇടരുത്. നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കോഴിക്കോട് ബസ് പോലെ ഫുള്ളി ലൈറ്റ് ഇട്ടിട്ട് പല കളറിലൊക്കെ കത്തിച്ച് വെക്കാനാണ്. നേരെ മറിച്ച് അത്ര ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് നിങ്ങളെ ആ വീടിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഒക്കെ നോക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആവും. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കളറാണ്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ വൈറ്റ് ഉണ്ട്, വാം വൈറ്റ് ഉണ്ട്, സാധാ വൈറ്റ് ഉണ്ട്. ഇതിൽ തന്നെ പല കാറ്റഗറി വരുന്നുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞമാർക്ക് കുറച്ച് ഹാർഡായിട്ട് വരുന്നത്, കുറച്ച് ലൈറ്റ് ആയിട്ടൊക്കെ വരുന്നതാണ്. അത് ഓരോ ഏരിയക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഡൈനിങ് ഹാള്, ഇപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ലൈറ്റിങ് കളറൊക്കെ മാറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾ വീടിൻ്റെ അകത്തളം വളരെ ഒരു ലക്ഷറി ഫീൽ ചെയ്യും. ഇതാണ് ആർക്കിടെക്റ്റ് ചെയ്യുന്ന കാര്യം. നിങ്ങളൊരു നല്ലൊരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് വീട് കണ്ടാൽ അറിയാം, കാര്യമായിട്ട് ലൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കരമായിട്ട് പ്രീമിയം ഫീൽ ചെയ്യും. അതിന് അവർ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നല്ല ആർക്കിടെക്റ്റ് ഇത് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് എന്നിടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഇട്ടിടാം. പിന്നെ ഫോളോ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ MEP ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അതായത് ഒരു വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC അതായത് എയർ കണ്ടീഷൻ, വെന്റിലേഷൻ, ഇതൊക്കെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക്